കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിർമ്മല ഡോക്ടറോട് തട്ടിക്കയറുവാണ്. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്താൽ മാത്രം പോരെ. അന്നേരം ഡോക്ടർ പറഞ്ഞേ, അത് ശരി, എന്താണെങ്കിലും നിങ്ങൾക്കിപ്പോൾ കണ്ണു തുറന്നല്ലോ, ഇനിയിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പോലീസിനെ അറിയിക്കേണ്ടതല്ലേ, സൂയിസൈഡ് അറ്റംപ്റ്റല്ലേ നടന്നിരിക്കുന്നത്. അത് കേൾക്കുന്നത് നിർമ്മലയും ഉദയനൊക്കെ ഒന്ന് മേടിക്കുക. ഉദയൻ പറഞ്ഞേ, ഡോക്ടറെ അങ്ങനെയൊന്നും ചെയ്യേണ്ട, ഞങ്ങൾക്ക് പരാതിയൊന്നും എന്ന് പറഞ്ഞില്ലേ. അന്നേരം ഡോക്ടർ ഉദയനോട് പറയണേ, എന്നാൽ ആദ്യം ഇവരെ മര്യാദക്ക് നിർത്താൻ നോക്ക്, വെറുതെ ഞങ്ങളുടെ മെക്കിട്ട് കയറാതെ അടങ്ങി ഒതുങ്ങി കിടക്കാൻ നോക്ക്, അല്ലെങ്കിൽ വേദന പിന്നെയും കൂടും. അങ്ങനെ പറഞ്ഞ് ഡോക്ടറും നഴ്സുമാരൊക്കെ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ഉദയൻ നിർമ്മലോട് ദേഷ്യപ്പെടണേ, എന്താ നിർമ്മല ഇതൊക്കെ, എങ്ങനെയൊക്കെയാണ് ഡോക്ടർ പറഞ്ഞതും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരെ ചൊടിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പോലീസിനെ വിളിക്കും, പിന്നെ നമ്മളെല്ലാവരും അഴി എണ്ണേണ്ടി വരും. അന്നേരം നിർമ്മല പറയോ, ഇവിടെയാണെങ്കിൽ മനുഷ്യൻ വേദന എടുത്ത് പൊളയുവാണ്, അതും തീർത്താൽ നിങ്ങളുടെ ഒരു ഉപദേശം, നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നും പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ ഈ അവസ്ഥയിലായിപ്പോയി, അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു ഞാൻ. അന്നേരം ഉദയം പറഞ്ഞേ, നമ്മളെ നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്, ഇനി നീ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ അവർ നേരെ പോലീസിനെ അറിയിക്കും, പിന്നെ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അങ്ങനെ പറഞ്ഞ് ഉദയൻ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം കീർത്തി പറയണേ, അമ്മ കുറച്ച് നേരം സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ഇത്ര നേരം ഉറങ്ങുമായിരുന്നല്ലോ, ഇനിയും കിടക്കാം, കുറച്ച് കഴിയുമ്പോൾ അമ്മ മരിക്കുന്നതാ നല്ലതെന്ന് തന്നെ പറയും, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുവാണ്ടോ നിർമ്മല. പിന്നീട് കാണിക്കുന്നത് ഗോപാലൻ ഏതോ ഒരു പൈസ കടന്നു തരാനുള്ള ആളുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നതാണ്. എടാ രമേശ്, നീ ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, ഇപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ്, ഈ ടിക്കറ്റ് വിൽക്കുന്നതല്ലേ എനിക്കുള്ള ആകെ വരുമാനം, അതിനിടയിൽ കൂടി നീ ഇപ്പം ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടല്ലേ. എന്താണെങ്കിലും ഞാൻ നോക്കാം, അത്രേ പറയാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം ഈ സംസാരമൊക്കെ കേട്ട് കൃഷ്ണ അങ്ങോട്ടേക്കൊണ്ടിരിക്കും. എന്തൊരു ഗോപാലമാമ, മോളെ ഒന്നും പറയണ്ട, ഞാൻ കുറച്ച് ദിവസം മുമ്പേ രമേശിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് തരാം നാളെ തരാം എന്നൊക്കെ പറഞ്ഞ് 2-3 ആഴ്ചയായിപ്പോൾ. ഇപ്പോൾ വിളിച്ചിട്ട് പറയണേ അവൻ ഉടനെ ഇവിടെ എത്തുമെന്ന്, എന്നോട് വെയിറ്റ് ചെയ്യാൻ പറയുവാണ്. ഈ സമയത്ത് നല്ല കച്ചവടമുള്ള സമയമല്ലേ. മാത്രമല്ല ഇന്നാണെങ്കിൽ ആ കത്തനാരി പള്ളിയുടെ ഇവിടെ പെരുന്നാളോ മറ്റോ നടക്കുക, കുറച്ച് ആൾ കൂടുന്ന സ്ഥലമാണല്ലോ, അവിടെ പോയി കഴിഞ്ഞാൽ 1-2 ലോട്ടറി അധികം വിറ്റഴിക്കാൻ പറ്റും. പക്ഷേ ഇതിനിപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണ്. അന്നേരം കൃഷ്ണ പറയണേ, അതാണോ, അത് സാരമില്ലെന്നേ, ഈ പറഞ്ഞ പള്ളിയിലേക്ക് ഞാൻ പോകാം, സിറ്റിയിൽ നിന്ന് കുറേ ദൂരെയാണോ അത്. മോളെ, സിറ്റിയിൽ നിന്ന് അത് കുറച്ച് ദൂരെയാണ്, മോൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അതൊന്നും വേണ്ട, ഞാൻ രമേശിനോട് പറഞ്ഞോളാം. അത് വേണ്ട ഗോപാലമാമ, എന്നാണെങ്കിലും അയാളെ പൈസ തരാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞതല്ലേ, ആ നിലക്ക് അയാൾക്ക് വേണ്ടി കുറച്ച് നേരം കാത്തു നിന്നാണെങ്കിലും അത് മേടിക്കുന്നത് തന്നെയല്ലേ നല്ലത്. പള്ളിയിലെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, അങ്ങോട്ട് പോയി കയ്യിലുള്ള ടിക്കറ്റെല്ലാം ഞാൻ വിറ്റു തീർത്തോളാം. ഗോപാലമാമ അയാളെ കണ്ട പൈസയൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ടേക്ക് എത്തിയാൽ മതി. എന്നാലും മോളെ, അത് ശരിയാവില്ല, മോൾ ഒറ്റയ്ക്ക്. എൻ്റെ ഗോപാലമാമ, എൻ്റെ നാട്ടിലായിരുന്നപ്പോഴേ ഞാൻ നല്ല ചിറക് വരിച്ച് പറഞ്ഞു നടന്നുകൊണ്ടിരുന്ന പെൺകുട്ടിയായിരുന്നു. ഈ നാട്ടിലെത്തിയപ്പോഴാണ് കുറച്ചൊന്ന് ചിറകുകൾ ഒതുക്കിയത്. അതൊക്കെ എനിക്കറിയാം മോളെ. മോളുടെ പഴയ രീതിയിലായിരുന്നെങ്കിൽ എനിക്കൊരു പേടിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. മോളുടെ മനസ്സിൽ സങ്കടങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒന്നും വേണ്ട. അന്നേരം കൃഷ്ണ പറയണേ, ഗോപാലമാമ എന്നെ നോക്കിയേ, എൻ്റെ മുഖത്ത് എന്തെങ്കിലും സങ്കടമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ. ഒരു കുഴപ്പമില്ലെന്നേ, ഇവിടുന്ന് ഏത് ബസ്സിലാണ് കയറേണ്ടതെന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. കയ്യിലുള്ള കുറച്ചധികം ടിക്കറ്റ് വിൽക്കാൻ പറ്റിയ അത് നമുക്ക് തന്നെയല്ലേ നല്ലത്. അത്രയും പൈസയും കൂടി ആകുമല്ലോ. അതുകൊണ്ട് ഞാൻ നേരെ അങ്ങോട്ടേക്ക് പൊക്കോളാം. ഗോപാലമാമ എൻ്റെ ഓരോരുത്തർ വിഷമിക്കേ വേണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഗോപാലമാമയെ നേരിട്ട് അങ്ങോട്ട് എത്തിയാൽ മതി. എന്നാൽ ശരി, ഞാൻ മോളെ ബസ് കയറ്റി വിടാം. രമേശിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാനും അങ്ങോട്ടേക്ക് എത്താം. അങ്ങനെ പറഞ്ഞ് കൃഷ്ണയോടൊപ്പം ബസ് കയറ്റാനായിട്ട് പോകുവാണ്ടോ ഗോപാലൻ. പിന്നീട് കാണിക്കുന്നത് കാറിന് ഓഫീസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന നവീനെയും മാണിക്കുഞ്ഞിനെയുമാണ്. ഈ സമയം മാണിക്കുഞ്ഞ് പറയണേ, അയ്യോ സാറേ, ഞാനൊരു കാര്യം അറിയുന്നു. ഇന്ന് നമ്മുടെ കത്തനാരി പള്ളീൻ്റെ അവിടെയുള്ള ആ ഷോപ്പിംഗ് കോംപ്ലക്സിലെ തൊഴിലാളികളെ കാണാനായിട്ട് ഞാൻ ചെല്ലണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എന്താണെങ്കിലും പെട്ടെന്ന് ഓർത്ത് നന്നായി. സാറിനെ ഓഫീസിലാക്കിയതിന് ശേഷം ഞാൻ നേരിട്ട് നിന്ന് അവരെ കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചോളാം. അന്നേരം നവീൻ പറയുവാണ്, എന്നാൽ പിന്നെ നമുക്ക് ആദ്യം തന്നെ അങ്ങോട്ടേക്ക് പോകാം, അവിടെ നിന്ന് നേരെ ഓഫീസിൽ പോകാം. അയ്യോ അത് വേണ്ട സാറേ, സാറിന് ഓഫീസിലെ ജോലിയൊക്കെ തീർക്കാനുള്ളതല്ലേ. മാത്രമല്ല ഓഫീസിലെ ജോലിയൊക്കെ ഒന്ന് വേഗം ഒതുക്കിയിട്ട് വേണ്ടേ സാറിന് വൈകിട്ട് നേരത്തെ വീട്ടിലേക്ക് പോകാൻ. അതൊന്നും കുഴപ്പമില്ല, താൻ നേരെ അങ്ങോട്ടേക്ക് വിട്, നമുക്കവിടെ കയറിയിട്ട് പോകാം. അല്ല, കത്തനാരി പള്ളിയിൽ നിന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ. ലെഫ്റ്റ്. സാറല്ലേ അന്ന് നമ്മൾ ആദ്യമായിട്ട് പോയപ്പോൾ വണ്ടി ഓടിച്ചത്, സാർ ഓർക്കുന്നില്ലേ. ഇപ്പോൾ ഓർമ്മ വന്നു. എന്നാൽ താൻ വേഗം വണ്ടി എടുക്ക്. സാർ അധികം നേരം അവിടെ നിൽക്കുന്നൊന്നുമില്ലല്ലോ, 10:30 മീറ്റിംഗ് ഉള്ളതാ. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, താൻ വേഗം വണ്ടി എടുക്കും. പിന്നീട് കാണിക്കുന്നത് ആ പള്ളീൻ്റെ അവിടെ എത്തിയ കൃഷ്ണ അവിടെയുള്ള 2-3 ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിച്ച് അവരെയൊക്കെ കയ്യിലെടുത്ത് അവരെ കൊണ്ട് ലോട്ടറി ടിക്കറ്റൊക്കെ വാങ്ങുന്നതാണ് കേട്ടോ. അങ്ങനെ വഴിയിലൂടെ കൃഷ്ണ അവിടെ നടക്കുവാണ്. ഈ സമയം നവീൻ്റെ കാറ് കൃഷ്ണൻ്റെ അടുത്തിലൂടെ പോകുന്നുണ്ട്. പെട്ടെന്ന് നവീൻ കാർ നിർത്താൻ പറയുവാണ് കേട്ടോ. അന്നേരം മാണിക്കുഞ്ഞ് കേൾക്കണേ, എന്താ സാറേ, എന്താ വണ്ടി നിർത്താൻ പറഞ്ഞത്. നമ്മളെന്താണെങ്കിലും അങ്ങോട്ടേക്ക് കയറി ചെല്ലുമല്ലേ, കുറച്ച് ഫ്രൂട്ട്സ് കൂടി വാങ്ങിച്ചേക്കാം, അവിടുത്തെ തൊഴിലാളികൾക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ. അതൊന്നും വേണ്ട സാറേ, അവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്.
സാധാരണ ജോലി സ്ഥലത്ത് കൊടുക്കുന്നതിലും ഇരട്ടിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അന്നേരം നവീൻ പറയണേ, എന്നാലും അങ്ങനെയല്ലല്ലോടോ, നമുക്ക് വേണ്ടി നമ്മുടെ കമ്പനിയുടെ ലാഭത്തിന് വേണ്ടി അവരെ പൊരുവേലത്ത് കഷ്ടപ്പെട്ട് പണിയെടുക്കുകയല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ നേരിട്ട് തന്നെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അതവർക്ക് സന്തോഷമാകില്ലേ. അന്നേരം മാണിക്കുഞ്ഞ് പറയണേ, ഓ ഈ ബന്ധു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളൊരു പൊതിയോടെ പോകൂലേ, അതുപോലെ അല്ലേ. എന്നാൽ ശരി സാറേ, ഞാൻ പോയി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് മാണിക്കുഞ്ഞ് ഫ്രൂട്ട്സ് കടയിലേക്ക് പോകുവാണ്. ഈ സമയം നവീൻ അവിടെയുള്ള ലാപ്പ് എടുത്ത് അതിൽ ഇമെയിൽസും മറ്റുമൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും കൃഷ്ണ നവീൻ്റെ കാറിൻ്റെ അരികിലേക്ക് എത്തുന്നത്. അങ്ങനെ നവീൻ്റെ കാറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് അവൻ്റെ ഒരു ചേട്ടനുമായി സംസാരിച്ച് ആളെ കൊണ്ട് ടിക്കറ്റൊക്കെ എടുപ്പിക്കുവാണ്. പിന്നീട് നേരെ ആ ഫ്രൂട്ട്സ് കടയിലേക്ക് ചെല്ലുക. കടയിലെ ചേട്ടനോട് ഒരു ടിക്കറ്റ് എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഓ എനിക്കൊന്നും വേണ്ട മോളെ എന്ന് അയാൾ പറയുവാണ്. ഈ സമയം തിരിഞ്ഞിരിക്കുന്ന മാണിക്കുഞ്ഞിൻ്റെ അരികിലേക്കും കൃഷ്ണ വരുവാണ്. അത് ചേട്ടാ, ഒരു ടിക്കറ്റ് എടുക്കുന്നുണ്ടോ? ലക്കി നമ്പറായത്. ഓ എന്നാൽ പിന്നെ കൊച്ചിനെ എന്നെ അതങ്ങ് വെച്ചൂടെ, എന്തിനാ വെറുതെ ഭാഗ്യം കളയുന്നത്. ചേട്ടാ ഈ ടിക്കറ്റ് ചേട്ടനെടുക്ക്, ഉറപ്പായൊരു കോടിപതിയാകുമെന്നേ. ആണോ? പിന്നെ അല്ലാതെ, ചേട്ടൻ്റെ മുഖം കണ്ടറിഞ്ഞൂടെ. അങ്ങനെ പറഞ്ഞ കൃഷ്ണ മാണിക്കുഞ്ഞിൻ്റെ അരികിലേക്ക് വരുമ്പോഴായിരിക്കട്ടോ മാണിക്കുഞ്ഞിൻ്റെ മുഖം കാണുന്നത്. അത് കാണുന്നതും കൃഷ്ണ അങ്ങ് ഭയന്നു പോകുക. എന്തു ചെയ്യും, എങ്ങോട്ട് പോകുമെന്നറിയാതെ ടെൻഷനിൽ കൃഷ്ണ വേഗം തന്നെ ആ കടയിൽ ഫ്രൂട്ട്സൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ആ ഒരു മേശയുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ പോയി വിളിക്കുവാണ്. ഈ സമയം മാണിക്കുഞ്ഞ് അയാൾക്ക് പൈസയൊക്കെ കൊടുത്ത് തിരിയുമ്പോൾ ലോട്ടറി എടുക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് ആ കുട്ടിയെ കാണുന്നില്ല കേട്ടോ. ഷെടാ, ഈ കുട്ടി ഇതെവിടെ പോയി? ലോട്ടറി എടുക്കാൻ പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. അന്നേരം കൃഷ്ണ ആ മേശയുടെ താഴെ ഇരുന്നുകൊണ്ട് തന്നെ ഇതാ ലോട്ടറി എന്നും പറഞ്ഞ് ഒരു ലോട്ടറി മാണിക്കുഞ്ഞിന് നേരെ നീട്ടുവാണ് കേട്ടോ. അങ്ങനെ മാണിക്കുഞ്ഞ് ആളെയൊന്നും കാണുന്നില്ല. അങ്ങനെ കൃഷ്ണയുടെ കയ്യിൽ നിന്ന് ലോട്ടറി വാങ്ങിച്ചിട്ട് മാണിക്കുഞ്ഞ് ചോദിക്കണേ, 50 രൂപയല്ലേ? ആ അതെ. അങ്ങനെ പറഞ്ഞ് മാണിക്കുഞ്ഞ് കൃഷ്ണയുടെ കയ്യിലേക്ക് പൈസ കൊടുക്കുന്നുണ്ട്. ഈ സമയം കൃഷ്ണ വേഗം തന്നെ അവിടെ നിന്നും പതിയെ മാണിക്കുഞ്ഞ് കാണാതെ എണീറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ പോയി അവിടുത്തെ തൂണിൽ മറഞ്ഞു നിൽക്കുവാണ്. പെട്ടെന്നായിരിക്കും കൃഷ്ണ മാണിക്കുഞ്ഞ് നിൽക്കുന്നതിൻ്റെ തൊട്ടരികത്തായിട്ട് നവീൻ്റെ കാറ് കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ കൃഷ്ണ അത് കാണുന്നതും സന്തോഷത്തോടെ കാറിൻ്റെ അരികിലേക്ക് നോക്കുവാണ്. ഈശ്വര, നവീനുണ്ടാകുമോ കാറിൽ? കാണാൻ പറ്റുന്നില്ലല്ലോ. അന്നേരം പെട്ടെന്നായിരിക്കും കൃഷ്ണ ഒരു കാര്യം ഓർക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ നവീനെ കാണാൻ ശ്രമിക്കുന്നത്? നവീൻ എൻ്റെ ആരും അല്ലല്ലോ. എന്തിനാ വീണ്ടും ഞാൻ നവീൻ്റെ കാര്യം കേൾക്കുമ്പോൾ ഇത്ര എക്സൈറ്റഡ് ആവുന്നത് എന്ന് പറഞ്ഞ കൃഷ്ണ സങ്കടത്തോടെ ആ കാറിലേക്ക് തന്നെ നോക്കുവാണ്. എന്നിട്ട് വീണ്ടും അതിലേക്ക് എത്തിയെത്തി നോക്കുന്നുണ്ട്. നവീന് ശരിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ കൃഷ്ണ വിചാരിക്കുന്ന ആ സമയത്ത് തന്നെ മാണിക്കുഞ്ഞിനെ കാണാത്ത കാരണം നവീൻ കാറിന് പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. അങ്ങനെ നവീനെ കാണുന്നതും കൃഷ്ണക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. ഈ സമയം നവീൻ അവിടെ നിന്നും വിളിക്കുക, മാണിക്കുഞ്ഞ് എടോ കഴിഞ്ഞില്ലേ? സാറേ ഇപ്പം കഴിയും. എന്നോട് ലേറ്റ് ആവരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇയാൾ തന്നെ ലേറ്റ് ആക്കുവാണല്ലോ എന്നും പറഞ്ഞ് നവീൻ അവിടെ ആലോചിച്ച് നിൽക്കുവാണ്. അന്നേരം മാണിക്കുഞ്ഞ് വേഗം തന്നെ ഫ്രൂട്ട്സൊക്കെ വാങ്ങി നവീൻ്റെ അരികിലെത്തുവാണ്. എൻ്റെ സാറേ എല്ലാം നോക്കി വാങ്ങണ്ടേ? കഴിഞ്ഞു വാ സാറ് കാറിൽ കയറും. അങ്ങനെ കാറെടുത്ത് അവരവിടെ നിന്നും പോകുവാണ്. ഈ സമയം കൃഷ്ണയാണെങ്കിൽ നിറകണ്ണുകളോടെ സങ്കടപ്പെടുവാണ്. കൃഷ്ണ പറയണേ, എന്തിനാ ഭഗവാനെ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ഈ ചിന്തകൾ വീണ്ടും കൊണ്ടുവരുന്നത്? എത്രയൊക്കെ ഞാൻ മായ്ക്കാൻ ശ്രമിച്ചിട്ട് എന്താ എൻ്റെ മനസ്സിൽ നിന്ന് ഒന്നും മാഞ്ഞു പോകാത്തത്? അങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുവാണ്ടോ കൃഷ്ണ. പിന്നീട് കാണിക്കുന്നത് കളരിക്കലാണ്. മുത്തശ്ശി നന്ദൻ്റെ അരികിലേക്ക് എത്തുക. നന്ദ, നിർമ്മലയുടെ കാര്യം എന്തായി? പിന്നീട് നിർമ്മല വിളിച്ചോ? എനിക്കത് നിർമ്മലയുടെ കാര്യത്തിൽ എന്തോ ഒരു സംശയമുള്ള പോലെ. അവൾ ഈ ആശുപത്രി പോക്കും വയറുവേദനയ്ക്ക് ഒരു നാടകമാണോ, നമ്മളെ പറ്റിക്കുവാണോ അവൾ? എന്താണെങ്കിലും നീ ഒരു കാര്യം ചെയ്യ്, നിർമ്മലയെ ഒന്ന് ഫോണിൽ വിളിക്ക്. അങ്ങനെ നന്ദൻ നിർമ്മലയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ. ഈ സമയം കീർത്തി അമ്മയോട് പറയണേ, അമ്മേ ദേ വലിയച്ഛനാണ് വിളിക്കുന്നത്. അയ്യോ ഏട്ടനോ? നീ ഫോണെടുത്ത് എന്തെങ്കിലും പറ, അല്ലെങ്കിൽ ഏട്ടന് സംശയം തോന്നും. അങ്ങനെ കീർത്തി ഫോൺ എടുക്കുക. ഹലോ കീർത്തി, എന്താ ഇതൊക്കെ? നിർമ്മലയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അമ്മ കണ്ണു തുറന്നു വല്ലേച്ചാ. എന്നാൽ നിർമ്മലക്കൊന്ന് ഫോൺ കൊടുത്തേ. ഹലോ നിർമ്മല, എങ്ങനെയുണ്ട് നിനക്കിപ്പോൾ? ഏട്ടാ ഇപ്പോൾ കുറവുണ്ട്. എന്താ നിനക്ക് പറ്റിയത്? ഒന്നും പറയണ്ട ഏട്ടാ, പുറത്തുനിന്നൊരു ഫുഡ് വാങ്ങി കഴിച്ചതാണ്, ഇപ്പോൾ ഈ അവസ്ഥയിലായി. ഏത് കടയിൽ നിന്ന് ഫുഡ് വാങ്ങിയത്? നമുക്ക് അവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാം. അയ്യോ അതൊന്നും വേണ്ട ഏട്ടാ. വേണ്ടെന്നോ? അതെന്താ? അത് പിന്നെ അവർക്കുള്ള കാര്യങ്ങളൊക്കെ ഉദയേട്ടൻ കൊടുത്തിട്ടുണ്ട്. ഇനി വെറുതെ നമ്മൾ കേസിന് വഴക്കിനൊന്നും പോകണ്ട. എന്നാലും കുടുംബത്തിലുള്ള ഒരാൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് വീട്ടുകാർ ഒന്നും അറിയാതിരിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന് പറ, ഞാനും നവീനും കൂടി ഉടനെ അങ്ങോട്ട് വരാം. അയ്യോ അതൊന്നും വേണ്ട ഏട്ടാ, ഞങ്ങളത് ഇന്ന് തന്നെ മിക്കവാറും ഡിസ്ചാർജ് ആവും. പിന്നെ നേരിട്ട് വീട്ടിലേക്ക് വരാമല്ലോ. ഏട്ടനും നവീനും ഒന്നും ബുദ്ധിമുട്ടണ്ട. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലോ. നീ എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞു നിർമ്മലേ. ഏട്ടാ എനിക്കൊരു പരാതിയില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? അയ്യോ അമ്മേ വയറുവേദന എടുക്കുന്നേ എന്നും പറഞ്ഞ് നിർമ്മല കരയാൻ തുടങ്ങുവാണ് കേട്ടോ. ഈ സമയം നന്ദ ചോദിക്കണേ, എന്തു പറ്റി നിർമ്മല? അത് പിന്നെ ഏട്ടാ, ഈ വയറ്റിൽ നിന്ന് എല്ലാം പോകണമല്ലോ, എന്നാലേ വേദന പൂർണ്ണമായും മാറുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊരു വേദന ഉണ്ടാവും. ആ സമയം
എന്താ ചോദിക്കണേ, ഇത്ര വേദന ഉണ്ടായിട്ടാണോ നീ ഒന്നുമില്ല എന്ന് പറയുന്നത്? ഒരു കാര്യം ചെയ്യ്, ഏതാ ഹോസ്പിറ്റലെന്ന് പറ, ഞങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ട് എത്താം. അന്നേരം നിർമ്മല പറഞ്ഞേ, ഹലോ ഏട്ടാ, എന്താ പറയുന്നത്? കേൾക്കുന്നില്ല കേൾക്കുന്നില്ല. എടി കട്ടയടി കട്ടേ എന്നും പറഞ്ഞ് കീർത്തിയെ കൊണ്ട് ഫോൺ കട്ടയിക്കുവാണ്. എൻ്റെ ദൈവമേ, ഏട്ടനെങ്ങാനും ഇങ്ങോട്ട് വന്നാൽ തീർന്നത് തന്നെയാണ്. ഈ സമയം നന്ദൻ അമ്മയോട് പറയണേ, നിർമ്മല പെട്ടെന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അവളെ മനഃപൂർവ്വം കട്ടാക്കിയതാണോ എന്നാണ് എൻ്റെ സംശയം. അന്നേരം മുത്തശ്ശേരനെ അവളായതുകൊണ്ട് നമുക്കങ്ങനെ സംശയിച്ചല്ലേ പറ്റൂ. അമ്മ എന്നോട് പോലും കള്ളം പറയാൻ ഒരു മടിയില്ലാത്തവളാ. അപ്പം പിന്നെ നിൻ്റെ കാര്യത്തിൽ സംശയിക്കണ്ടല്ലോ. എന്തോ നിർമ്മലയുടെ ഈ കള്ളം പറിച്ചിലും ആശുപത്രി പോക്കുമൊക്കെ എന്തോ ഒരു പരിപാടി ആ ഒരു പ്ലാൻ ചെയ്ത് വെച്ചതിൻ്റെ ഫലമായിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ കത്തനാട് പള്ളീൻ്റെ അവിടെ എല്ലാം കൃഷ്ണനെ അന്വേഷിച്ച് നടക്കുന്ന ഗോപാലിനെയാണ് കേട്ടോ. പക്ഷേ ഭഗവാനെ, കൃഷ്ണമോൾ ഇതിവിടെ പോയി, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. രാത്രിയായി, നേരം കുറേ ഇരുട്ടുകയും ചെയ്തു. ഈ കുട്ടി ഇതെവിടെയാണ്? ഇനി കൃഷ്ണ വീട്ടിലേക്കെങ്ങാനും പോയി കാണുമോ? എന്താണെങ്കിലും വീട്ടിലേക്കൊന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് ഗോപാലൻ സുനന്ദയെ വിളിക്കുവാണ് കേട്ടോ. ഈ സമയം സുനന്ദ ഫോൺ എടുക്കുക. ഹലോ ഗോപാലേട്ടാ, നിങ്ങളിതെവിടെയാ? എന്താ നേരം ഇരുട്ടിയല്ലോ, എന്താ തിരികെ എത്താത്തത്? അന്നേരം ഗോപാലിന് മനസ്സിലാകുവാണ് കേട്ടോ കൃഷ്ണ എത്തിയിട്ടില്ല എന്ന്. സുനന്ദയോട് ഗോപാലൻ ചോദിക്കുക, കൃഷ്ണമോള് അപ്പം അങ്ങോട്ട് എത്തിയില്ലേ? എന്താ ഗോപാലേട്ടി ചോദിക്കുന്നത്? നിങ്ങൾ രണ്ടാളും ഒന്നിച്ചല്ലേ പോയത്, പിന്നെ എങ്ങനെയാ കൃഷ്ണ ഇവിടെ എത്തുക? അങ്ങനെ സുനന്ദയുടെ വാക്കുകൾ കേൾക്കുന്നതും ടെൻഷനോട് കൂടി എന്ത് മറുപടി പറയണം എന്നറിയാതെ ഞെട്ടി നിൽക്കുന്ന ഗോപാലനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സീൻ കാണിച്ച് എപ്പിസോഡ് തീരുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാത്രിയിലെ റൂമിലേക്ക് പോകാനായിട്ട് പേടിച്ച് വീണ്ടും സർപ്പത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ഭയന്നിരിക്കുകയാണ് ഗാഥ. അന്നേരം മുത്തശ്ശിയും സുമിത്രയും ഗാഥയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയം ഗാഥ പറയണേ, ഇവിടുത്തെ നാഗശാപമൊന്നും ഇതുവരെ തീർന്നില്ലേ? അന്നേരം മുത്തശ്ശി പറയണേ, മോളെ, നാഗശാപം പൂർണ്ണമായിട്ടും തീർന്നെന്ന് സിദ്ധം പറഞ്ഞത് സത്യം തന്നെയാ. പിന്നെന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് ഗാഥ ചോദിക്കുക. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എന്തോ ചില കഷ്ടകാലങ്ങൾ ഇനിയും ബാക്കി കിടക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ. അത് കേൾക്കുന്നതും ഗാഥക്കങ്ങ് ദേഷ്യം വരുവാണ്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്